ഈ അഷ്ടപതി പാട്ടിന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഊർന്നിറങ്ങാനുള്ള ഒരു കഴിവുണ്ട്. ഈ അഷ്ടപതി പാട്ടിന് ഞാൻ വിടില്ല. ഭയങ്കര ഇതാ, എന്താ അറിയ. ഗണപതി പയ്യല്ലേ? അതെ. താനാരാ? പാർവതിയുടെ കാമുകൻ. ഏത് പാർവതിയുടെ? നിങ്ങളുടെ മകള് പാർവതിയുടെ. എടാ പട്ടി, കൈവിടമ്മാവ, അമ്മാവ കൈവിട്. അയ്യേ, ഇത്രയും വയസ്സായില്ലേ? കെട്ടിച്ചയക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയുള്ള നിങ്ങള് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടെന്ന് വെച്ചാ മോശമല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. പിന്നെ വേറൊരു കാര്യം, ഇന്ന് നിങ്ങൾ ഇവിടെ കണ്ടത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി കണ്ട ഞാൻ ചിലപ്പോ അറിയാതെ പറഞ്ഞു പോയിരിക്കും. വരട്ടെ അമ്മവാ, വരട്ടെ. ആരാ? പൈ ബ്രദേഴ്സ് ഇല്ലേ? ആരോ കാണാമെന്നോ? എവിടുന്നാ? ഇവിടെ അടുത്തും തന്നെയാ. ഓഫീസിൽ പോകാൻ തയ്യാറാവുന്നു, ഇപ്പൊ വരും. ബാത്റൂമിൽ പോയിട്ട് പറയാം. ഓഫീസിൽ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ പോയിക്കൂടെ? ഹായ് അങ്കിൾ. അറിയില്ലേ? ഇല്ല. നമ്മളന്ന് ഐസ്ക്രീം പാർലർ അമ്പലത്തില് മേലെ വീട്ടിലെ പയ്യുടെ അനന്തരവന്റെ മകന്റെ മോനല്ലേ? അതെ. പയ്യാണില്ലേ? എനക്ക് കണ്ടപ്പോഴേ തോന്നി കേട്ടോ. നമുക്ക് ഓഫീസിൽ പോകാൻ ധൃതിയുണ്ട്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. അങ്കിൾസ് പോയിക്കോളൂ, ഞാൻ ഇവിടെ എല്ലാവരും പരിചയപ്പെട്ട് പോയിക്കോളൂ. അല്ലേ? അല്ല, പോണ വഴിക്ക് മോനെ എവിടെങ്കിലും ഇടാം. എനിക്ക് ബൈക്കുണ്ട്. ബൈക്കുണ്ട്. അവന് ബൈക്കുണ്ട്. ബൈക്കുണ്ട്. വരൂ, നമ്മൾ പോകൂ. ഞാൻ ഇവനൊരു കാപ്പിയൊക്കെ കൊടുത്ത് പതുക്കെ വിടാം. നമ്മൾ പോകൂ. ഞാൻ ഒരുപാടായില്ലേ? വരും. കാലത്ത് തന്നെ പപ്പടം ഉമ്മറത്ത് നിരത്തി വെച്ചപ്പോ ഞാൻ തീരുമാനിച്ചു ദുശ്ശകനാവുന്നു. അതിന് മാത്രം ഇപ്പൊ എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. വണ്ടി എടുക്കണോ? വീട്ടിലാരെല്ലാമുണ്ട്? അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും. അവർ ആന്റിയെ കുറിച്ച് എപ്പോഴും പറയും. ഇവിടുത്തെ അച്ചാറും പപ്പടമൊക്കെ അവർക്ക് വലിയ ഇഷ്ടാ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ 2 കുപ്പി അച്ചാറും കൊണ്ടേ അങ്ങോട്ട് ചെല്ലാവെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, എത്ര വേണമെങ്കിലും തരാമല്ലോ. പാർവതി ഇല്ലേ ഇവിടെ? പാർവതി അറിയുമോ? അത് പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച കോളേജിൽ പഠിക്കുന്നത്. ഞാൻ ഈ വീടൊക്കെ അത് കണ്ടോട്ടെ. അതിനെന്താ, വരുവോ, കാണാമല്ലോ. തനിക്ക് ആ പയ്യനെ പരിചയമുണ്ടോ? എന്താ? ആ പയ്യനെ പരിചയമുണ്ടോന്ന്? ഒരു കല്യാണത്തിന് വെച്ച് പരിചയപ്പെട്ടതാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ. തനിക്ക് ആ പയ്യനെ പരിചയമുണ്ടോ? ആ പയ്യനെ പരിചയമുണ്ടോന്ന്? പൊട്ട പരിചയമുണ്ടോന്ന്? അടിയന്തരത്തിന് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാ വണ്ടി പോട്ടെ. ഈ വെള്ളുള്ളി ഉണ്ടോ? വെള്ളുള്ളി ഉണ്ടല്ലോ. കോമളാന്റി അല്ലേ? അതെല്ലോ, നമ്മുടെ വല്യമ്മടത്തിലെ കുട്ടിയാ കോമളം. പാർവതിയോട് ചേർന്നാ പഠിക്കുന്നതേ. പാർവതി, ദാ വരുന്നു, ഒന്ന് വേഗം വരൂ. ഗണേശ, ചേട്ടനെ അറിയോ? ഗണേശനെ അറിയുമോ? പിന്നെ മിടുക്കനല്ലേ അവൻ, അല്ലേ ഗണേശ? പാർവതി, നീ ഈ കുട്ടിയെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ അപ്പോഴൊക്കെ ഒരു കാപ്പി ഇടാം. അയ്യോ, അത് വേണ്ട. അത് പറ്റില്ല, ഒരു കാപ്പി കുടിച്ചാലെന്താ? പോകും. പാർവതി പ്രായമായ ഒരു കുട്ടിയാ, അത് ഓർമ്മ വേണം. ഓ, വലിയ മടത്തിക്കാരെ വലിയ തറവാടികളാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ മകളല്ലല്ലോ. എന്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എങ്ങോട്ടാടാ? പോടാ. ഐസ്ക്രീം മോള് വാ. അല്ല, ഇതെന്ത് വിചാരിച്ചിറങ്ങിയിരിക്കുക? വിചാരമൊന്നേ ഉള്ളൂ. നീ സൽഗുണസമ്പന്നന്മാരായ ഒരു അമ്മായപ്പനും ചിറ്റപ്പനും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി. മോളെ, പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടണോ? പുരയിലെ തീ കെടുത്തിയിട്ട് ഈ വാഴ വെട്ടും. ഈ സ്വർഗത്തിലും കട്ടുറുമ്പോ. ഒരു മിനിറ്റ്. എന്ത് പറഞ്ഞാലും നമ്മളിത് വിശ്വസിക്കില്ല. വേണ്ട, പറഞ്ഞാൽ വിശ്വസിക്കണ്ട. കണ്ടാ വിശ്വസിക്കാലോ. കണ്ടാളോ? കണ്ടാ എങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം.
നാളെ ഓഫീസ് അവധിയല്ലേ? നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വേഷം മാറണം. എന്റെ ഉടുപ്പി കൃഷ്ണ. ആ ആ ആ